പിന്നോക്ക വിഭാഗങ്ങൾക്ക് കേരളത്തിൽ മേൽത്തട്ട് പരിധി 8 ലക്ഷം രൂപയാണ്. അതിനേക്കാൾ ചെറിയ പരിധിയായിരുന്നു. ഒന്നിലധികം തവണ കേരളത്തിന്റെ നിയമസഭ പരിഗണിച്ചതിന് ശേഷമാണ് അത് കൂട്ടി 8 ലക്ഷമാക്കിയത്. മേൽത്തട്ട് പരിധി കേരളത്തിൽ നടപ്പിലായോ? പട്ടിക വിഭാഗങ്ങളുടെ മേൽത്തട്ട് പരിധി ഇത്രയാണെന്ന് സംസ്ഥാന ഗവൺമെന്റ് തീരുമാനിച്ചോ? ഒന്നും ഉണ്ടായിട്ടില്ല. പക്ഷെ ഉദ്യോഗസ്ഥർ നടപടി ആരംഭിച്ചു കഴിഞ്ഞു. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. മേൽത്തട്ട് പരിധി നമ്മുടെ കുടുംബത്തിൽ ഉദ്യോഗം ലഭിച്ച അതിന്റെ ആനുകൂല്യങ്ങൾ പറ്റുന്ന ആളുകളെ ആ തലമുറയ്ക്ക് ഇനി സംവരണം കൊടുക്കേണ്ടതില്ലെന്നാണ് തീരുമാനം. സമ്പത്തിന്റെ അടിസ്ഥാനത്തിൽ വിഭജിക്കുകയാണ്. പക്ഷെ ഈ സമ്പത്ത് നമുക്ക് സാമൂഹിക പദവി നേടിത്തരുന്നുണ്ടോ? പട്ടിക വിഭാഗത്തിൽപ്പെട്ട ഒരാൾ ഉന്നതമായ ജോലി സമ്പാദിക്കുകയോ അദ്ദേഹത്തിന് സാമ്പത്തികമായ ഭദ്രത ഉണ്ടാവുകയോ ചെയ്താൽ ഈ സമൂഹത്തിൽ ഇതര വിഭാഗങ്ങൾക്ക്, വരേണ്യ വിഭാഗങ്ങൾക്ക് ലഭിക്കുന്ന സാമൂഹിക പദവി ഉണ്ടോ? അതുകൊണ്ടല്ലേ നമ്മുടെ ഉന്നതനായ ഒരു ഉദ്യോഗസ്ഥൻ രജിസ്ട്രേഷൻ IG ആയിട്ട് തിരുവനന്തപുരത്ത് വഞ്ചിയൂർ കോടതിയുടെ തൊട്ടടുത്ത് രജിസ്ട്രേഷൻ IG-യുടെ ഓഫീസിൽ ചെന്നപ്പോ നമ്മൾ കണ്ടില്ലേ? നിങ്ങളുടെ ഓർമ്മയിൽ നിന്ന് മറയാൻ സമയമായിട്ടില്ല. തലസ്ഥാന നഗരിയിൽ സ്ഥിരാകേന്ദ്രത്തിന് തൊട്ടു മുമ്പിലാണ് അദ്ദേഹത്തിന്റെ ഇരിപ്പിടത്തിൽ ചാണകവെള്ളം തളിച്ചത്, ശുദ്ധീകരിച്ചത്. ഇപ്പൊ നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ കേട്ടു, പാലക്കാട് ദുരഭിമാനക്കുല. ഒരു ഉന്നത കുടുംബത്തിൽപ്പെട്ട ഒരു യുവതിയെ വിവാഹം കഴിച്ചതിന്റെ പേരിൽ അദ്ദേഹത്തിന്റെ അമ്മാവനും അച്ഛനുമെല്ലാം ചേർന്ന് ആ യുവാവിനെ നിഷ്കരുണം കൊന്നുകളഞ്ഞു. കോട്ടയത്തല്ലേ നമ്മുടെ കെവിൻ മരണപ്പെട്ടത്? കോട്ടയത്തല്ലേ? ഇപ്പൊ കഴിഞ്ഞ ദിവസങ്ങളിലെ നോർത്ത് പറവൂരിൽ ദേവഭാഷയെന്ന് നമ്മൾ പറയുന്നത് സംസ്കൃതമാണ്. ദേവഭാഷയിൽ പോസ്റ്റ് ഗ്രാജുവേഷനുള്ള, അതുപോലെ തന്നെ താന്ത്രിക വിദ്യ ശാസ്ത്രീയമായി അഭ്യസിച്ച് PSC നടത്തിയ എഴുത്തു പരീക്ഷയിലും പ്രാക്ടിക്കലിലും വിജയിച്ച മിടുമിടുക്കന്മാരായിട്ടുള്ള 36 ചെറുപ്പക്കാരെ വിവിധ ക്ഷേത്രങ്ങളിൽ കേരളത്തിൽ അബ്രാഹ്മണ ശാന്തിമാരായി പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. കേരളത്തിലെ പട്ടിക വിഭാഗങ്ങൾക്ക് കുറച്ച് അഹങ്കാരം ഉണ്ടായിരുന്നു. നമ്മൾ പറഞ്ഞു, ശ്രീകോവിലിന് മുമ്പിൽ ചെന്ന് തൊഴുതു നിന്നവർ ഇന്ന് ശ്രീകോവിലിനുള്ളിൽ പ്രവേശിച്ച് ആവണിപ്പലകയിലിരുന്ന് വേദമന്ത്രങ്ങൾ ഉരുവിടുകയാണ്. ഞങ്ങൾ പൗരോഹിത്യത്തിന്റെ പൂണൂലണിഞ്ഞിരിക്കുന്നു എന്ന് അഹങ്കരിച്ചവരാണ് നമ്മൾ. പക്ഷെ കേരളത്തിലെ പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളിൽ അവർക്ക് പോസ്റ്റിംഗ് ഇല്ല. അവർ പൂജ നടത്തുന്ന ശ്രീകോവിലുകൾക്ക് മുമ്പിൽ ഇന്ന് വിശ്വാസികളില്ല. അവർക്ക് ക്ഷേത്രങ്ങളിൽ പ്രവേശിക്കാൻ കഴിയാത്ത സാഹചര്യം ഞാനിവിടെ സംസാരിച്ചു തുടങ്ങിയ ദൈവത്തിന്റെ സ്വന്തം നാട് എന്ന് പറയുന്ന കേരളത്തിൽ നിലനിൽക്കുന്നു. ഇത് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ കാര്യം, സമ്പത്തിന്റെ പേരിൽ നമ്മളെ മാറ്റി നിർത്തുമ്പോ, ഉദ്യോഗം നേടിയതിന്റെ പേരിൽ, ആ കുടുംബത്തിന്റെ സാമ്പത്തികമായ അവസ്ഥയുടെ പേരിൽ മാറ്റി നിർത്തുമ്പോ ആ കുടുംബത്തിൽപ്പെട്ട ചെറുപ്പക്കാരന്റെ സ്ഥിതിയാണ് ഞാൻ പറയുന്നത്. ഉന്നത കുലത്തിൽപ്പെട്ടൊരു പെണ്ണിനെ വിവാഹം കഴിച്ചാൽ കൊന്നുകളയും. മിടുമിടുക്കനായ ചെറുപ്പക്കാരൻ എഴുത്തു പരീക്ഷയും കഴിഞ്ഞ് താന്ത്രിക വിദ്യയും അഭ്യസിച്ച് അവൻ അമ്പലത്തിൽ ചെന്നാൽ അവന് കയറാൻ പറ്റുന്നില്ല. ഉയർന്ന തൊഴിൽ കിട്ടിയാൽ അവന്റെ ഓഫീസിൽ ചെന്നാൽ ചാണകവെള്ളം കുടയുന്നു. നമുക്ക് സാമൂഹിക പദവിയുണ്ടോ? സാമൂഹിക പദവിയില്ലാത്ത ഒരു നാട്ടിൽ, വിവേചനം നിലനിൽക്കുന്ന ഒരു നാട്ടിൽ ഈ വിഭജനത്തിന് സമയമായിട്ടില്ല എന്നതാണ് നമ്മുടെ അഭിപ്രായം.